അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ ഖിയാമ 40-ാമത്തെ സൂക്തം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലൈസ അല്ലയോ, ദാലിക അവൻ, ബിഖാദിരിൻ കഴിവുള്ളവൻ, അലാ അൻ യുഹ്യിയ ജീവിപ്പിക്കുവാൻ, അൽ മൗത മരിച്ചവരെ, അതൊക്കെ ചെയ്തവൻ മരിച്ചവരെ വീണ്ടും ജീവിപ്പിക്കാൻ പോന്നവനല്ലയോ. അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹ്യിയൽ മൗത, ഇതെല്ലാം ചെയ്തവന് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഇത്തരമൊരു ചോദ്യം അള്ളാഹു ചോദിക്കുന്നത്. വളരെ മനോഹരമായൊരു ചിത്രം വരച്ച ചിത്രകാരൻ ആ ചിത്രം വീണ്ടും വരക്കാൻ പറഞ്ഞാൽ തീർച്ചയായും കഴിയും. ഏറ്റവും സുന്ദരമായി ഒരു ഗാനം ആലപിച്ച അസാമാന്യ കഴിവുള്ള ഒരു ഗായകന് അതേ ഗാനം വീണ്ടും ആലപിക്കാൻ പറഞ്ഞാൽ നിഷ്പ്രയാസം സാധ്യമാകും. ഇത് മനുഷ്യബുദ്ധി സാമാന്യന് അംഗീകരിക്കുന്ന ഒന്നാണ്. അള്ളാഹു എല്ലാറ്റിനും പോന്നവനാണ്. എല്ലാറ്റിനും പോന്ന പടച്ചവന് ഒരിക്കൽ സൃഷ്ടിച്ച ഒരു സൃഷ്ടിയെ പുനഃസൃഷ്ടിക്കാൻ ഒട്ടും പ്രയാസമില്ല. അതാണ് കൂടുതൽ എളുപ്പം അള്ളാഹുവിന് എന്ന് വിശുദ്ധ ഖുർആൻ അതിൻ്റെ 30-ാമത്തെ അധ്യായം സൂറത്തു റൂമിലെ 27-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. വഹുവല്ലദീ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദു വഹുവ അഹ്വനു അലൈഹി. സൃഷ്ടി ആരംഭിക്കുന്നത് അവനാണ്, അവൻ തന്നെയാണ് ആ സൃഷ്ടിപ്പിനെ ആവർത്തിക്കുന്നതും, അതാവട്ടെ അവന് നന്നേ നിസ്സാരമാണ് എന്ന് സൂറത്ത് യാസീനിലെ 81-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്. അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. ആകാശഭൂമികളെ പടച്ചവൻ അവരെ പോലുള്ളവരെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനല്ലെന്നോ? അങ്ങനെയല്ല കേട്ടോ, അവൻ കഴിവുറ്റ സ്രഷ്ടാവാണ്, എല്ലാം അറിയുന്നവനാണ് എന്ന് ആകാശഭൂമികളിലേക്ക് സൂചന നൽകിയാണ് ഖുർആൻ മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് ഇവിടെ പറയുന്നത്. ഇന്നും അതിരുകൾ മനുഷ്യന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത പ്രവിശാലമായ ഭൂമി, അതിവിശാലമായ ആകാശം, അവയൊക്കെ പടച്ച റബ്ബിനാണോ മനുഷ്യനെ പോലെ നന്നേ ചെറിയൊരു സൃഷ്ടിയെ പുനഃസൃഷ്ടിക്കാൻ പ്രയാസം? അല്ല കേട്ടോ, ഹുവൽ ഖല്ലാഖുൽ അലീം, എല്ലാം അറിയുന്ന സൃഷ്ടാവാണ്, നന്നായി സൃഷ്ടിക്കുന്നവനാണ് അവൻ എന്നാണ് ഖുർആൻ പറയുന്നത്. ഒരാൾക്കും ഉത്തരം പറയാൻ കഴിയാത്ത വല്ലാത്ത ചോദ്യമാണ് ഖുർആൻ ഈ സൂക്തത്തിൽ ചോദിക്കുന്നത്. ഇത്രയെല്ലാം ചെയ്ത റബ്ബിന്, ഒന്നും ചെയ്യാത്ത ഒരു കഴിവുമില്ലാത്ത റബ്ബിനെ കുറിച്ചല്ല, എല്ലാം ചെയ്ത റബ്ബിന് ഇങ്ങനെ ഒരു പുനഃസൃഷ്ടിപ്പ് സാധ്യമല്ലെന്ന് നിങ്ങൾ എങ്ങനെ പറയും? സർവശക്തനായ റബ്ബിന്, ഇതിനെല്ലാം സാധ്യമായ റബ്ബിന് അതൊട്ടും പ്രയാസകരമല്ല. വഹുവ അഹ്വനു അലൈഹി, അള്ളാഹുവിന് അതിനിസ്സാരമാണ്. അതിനാൽ അങ്ങനെ ഒരു പുനഃസൃഷ്ടിപ്പിൽ ഉറച്ചു വിശ്വസിക്കുക, അങ്ങനെ ഒരു ജീവിതത്തിന് വേണ്ടി തയ്യാറാവുക, ഒരുങ്ങുക. അതാണ് കരണീയം, അതാണ് ബുദ്ധിപരം, അതാണ് രക്ഷാമാർഗം. ബിഖാദിരിൻ അല, റാഇന് തൻവീൻ വന്നു, ശേഷം ഐന് വന്നു. സുക്കൂനുള്ള നൂനിനോ തൻവീനോ ശേഷം ഐന് വന്നാൽ വെളിപ്പെടുത്തി ഓതണം. ഈ നിയമത്തിൻ്റെ പേര് ഇൽഹാർ എന്നാണ്. അലാ അൻ, അവിടെ അല എന്ന വാക്കിൻ്റെ അവസാനത്തിൽ മദ്ദിൻ്റെ അലിഫ് വന്നു. അടുത്ത വാക്കിൻ്റെ തുടക്കത്തിൽ അംസ് വന്നു. വേണമെങ്കിൽ 4 അനക്കം വരെ നീട്ടാം. മദ്, ജായിസ്, മുൻഫസിൽ. ഐ യുഹ്യ, സുക്കൂണിലെ നൂന് ശേഷം യാ വന്നിരിക്കുന്നു, കൂട്ടിച്ചേർത്ത് മണിച്ച് ഓതുക. ഇദ്ഗാം ബിഗുന്ന. أليس ذلك بقادر على أن يحيي الموتى أليس ذلك بقادر على أن يحيي الموتى. സുബ്ഹാനഹു വ തആല പരലോകത്ത് രക്ഷപ്പെടുന്ന നല്ല വിശ്വാസികളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും.